എൻ്റെ ഉമ്മത്തികൾക്ക് വിപത്തുകൾ വരുന്ന കാലഘട്ടം എൻ്റെ റസൂലിൻ്റെ അനുയായികൾ ഇവിടുന്ന് യാത്ര പറയുന്ന കാലമാണ്. അത് യാത്ര പറഞ്ഞു കഴിഞ്ഞു. സ്വഹാബിമാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിന് പരീക്ഷണങ്ങൾ വരും. ഹബീബിന്റെ ഉമ്മച്ചികൾ നമുക്ക് സുരക്ഷയാണ്. ഒരു സ്വഹാബി അന്ത്യവിഷമം കൊള്ളുന്ന ഇടം പോലും ഒരു വലിയോ ഒരു ആരിഫോ ഒരു ഷഹീദോ ഒരു ആലിമായ മനുഷ്യനോ അന്ത്യവിഷമം കൊള്ളുന്ന ഇടം പോലും ഉമ്മത്തിന് അമാൻ കിട്ടാൻ കാരണമാണ്, സുരക്ഷ ലഭിക്കാൻ കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാർ മുഴുവനും നിരുപാധികം സത്യസന്ധരാണ്. അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ. ഹദീസ് പണ്ഡിതന്മാർക്ക് ഒരു ചർച്ചയുണ്ട്. ജർഹ് തഅദീൽ എന്ന് പറയും. ഹദീസിന്റെ റിവായത്ത് ചെയ്യുന്ന റാവിമാർ അവരുടെ സത്യസന്ധതയും അവരുടെ ജീവിതവും പഠിച്ചതിന് ശേഷമാണ് അവരുടെ ഹദീസിനെ അവരിൽ നിന്ന് സ്വീകരിക്കുക. ആ ഹദീസിന്റെ ബലാബലം നിർണയിക്കപ്പെടുന്നത് ആ റിവായത്തിൽ വരുന്ന ചെയിൻ ഓഫ് നരേറ്റേഴ്സ്, റാവിമാരുടെ സിൽസിലയിൽ വരുന്ന ഓരോരുത്തരുടെയും ബലാബലമനുസരിച്ചാണ്. അങ്ങനെ വരികയാണെങ്കിൽ സ്വഹാബികളല്ലാത്തവരെ കുറിച്ച് മുഴുവൻ ജർഹ് തഅദീലിന്റെ ആലിമീങ്ങൾ മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളടക്കമുള്ളവർ പഠനം നടത്തും, ഗവേഷണം നടത്തും. ഒരു സ്വഹാബിയിലേക്ക് എത്തിയാൽ ആ സ്വഹാബി നല്ല ആളായിരുന്നോ അല്ലയോ എന്ന ചർച്ചയില്ല. എന്തുകൊണ്ട്? അവര് മുഴുവനും നിരുപാധികം അല്ലാഹുവിന്റെ സാക്ഷിത്വമുണ്ട്. റബ്ബ് തആല സാക്ഷി പറഞ്ഞതാണ്. അവര് മുഴുവനും സത്യസന്ധരാണ്. അവരെ കുറിച്ച് ചർച്ച വേണ്ട. അവിടെ എത്തിയാൽ അവര് പറയുന്നത് സ്വീകരിക്കണം. അവര് സത്യസന്ധരാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസ്. അല്ലാഹുവിന്റെ വിചാരണ നടക്കുന്ന നാളിൽ പ്രവാചകന്മാരുടെ അനുയായികൾ ആ പ്രവാചകന്മാർക്കെതിരെ മൊഴി പറയുമ്പോൾ പ്രവാചകന്മാർക്ക് അനുകൂലമായി മൊഴി പറയാൻ വരുന്നത് ഹബീബിന്റെ സ്വഹാബിമാരായിരിക്കും. അവർ ശുഹദാ ആണ്, സാക്ഷികളാണ്. സാക്ഷികൾ സത്യസന്ധരായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു സത്യസന്ധരാണെന്ന് പ്രഖ്യാപിച്ചവരാണവർ. അതുകൊണ്ട് സ്വഹാബിമാരിൽ താഴെക്കടയിലുള്ളവർ മേലെ, താഴെക്കടയിൽ അങ്ങനെ പറയും. സ്വഹാബികൾ VIP-കളുണ്ട്, സ്വഹാബികളിൽ VVIP-കളുണ്ട്. എന്നാൽ എല്ലാവരും വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആണ്. എല്ലാവരും VIP-കളാണ്. അവരിൽ VVIP-കളുണ്ട്. സ്വഹാബികളിൽ താഴെക്കടയിലുള്ളവർ എന്ന് പറഞ്ഞുകൂടാന്നാ. അങ്ങനെ ഒരു സംഭവം പറയാൻ പാടില്ലെന്നാണ്. കാരണം ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ സ്വഹാബിയാണ്. ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്ന് പറയുന്ന ഗവർണറുടെ മുമ്പിലേക്ക് ചെന്ന് മഹാനായ ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉബൈദുല്ലാഹി ബിൻ സിയാദിനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവര് പറഞ്ഞു, ഐ ബുനയ്യ, എന്റെ പൊന്നുമോനെ. ഭരണാധികാരിയെ സ്നേഹത്തോട് ഉപദേശിക്കാൻ. ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്. ഈ ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ഒരു ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തോട് ഉപദേശിച്ചു കൊടുക്കുക. പുണ്യനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ശർറർ റിആഇ അൽ ഹതമ, ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളാണ് ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികൾ. നീ അവരിൽ പെട്ടുപോകരുത് മോനെ എന്ന് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്നവരോട് മഹാനായ സ്വഹാബി ആയിദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഉബൈദ് എന്ന ഭരണാധികാരി പറഞ്ഞു, ഇജ്ലിസ്, നിങ്ങളൊന്ന് ഇരിക്കിൻ. ആയിദേ, ഫഇന്നമാ അൻത മിൻ നുഖാലത്തി അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുഹമ്മദ് നബി തങ്ങളുടെ സ്വഹാബികളിലെ ചണ്ടിയല്ലേ എന്ന് പറഞ്ഞു. നുഖാലയല്ലേ? അപ്പൊ മഹാനായ സ്വഹാബി ആയിദ് ബിൻ ഉമർ എന്നവർ ചോദിച്ചു, വഹൽ കാനത് ലഹും നുഖാല,
സ്വഹാബികളിൽ ചണ്ടികൾ എന്ന് പറയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? സ്വഹാബികൾക്ക് ശേഷം വന്നവരിലല്ലേ അങ്ങനെ പറയപ്പെടാൻ പറ്റുന്നവർ തന്നെ ഉണ്ടാവുള്ളൂ. സ്വഹാബികളെ പറ്റി അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് മഹാനായ ആയിദ് ഇബ്നു ഉമർ എന്നവർ അന്നത്തെ ക്രൂരനായ ഭരണാധികാരി ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനോട് പറഞ്ഞത് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. സ്വഹാബിമാർ മുഴുവനും നിരുപാധികം സത്യസന്ധരാണ്. ഒരു മഹല്ലിൽ ഒരു ഉസ്താദ് ജോലി ചെയ്ത് എല്ലാ ആഴ്ചയും വഅദ് പറഞ്ഞ് ഇനി എല്ലാ 2 ദിവസം കൂടുമ്പോഴും ദർസ് നടത്തി, അല്ലെങ്കിൽ എല്ലാ ദിവസവും ദർസ് നടത്തി 23 കൊല്ലം ഒരു നാട്ടിൽ ജോലിയെടുത്താൽ ആ നാട് മുഴുവൻ നന്നാക്കാൻ പറ്റണമെന്നുണ്ടോ? പറ്റണമെന്നില്ല. ചിലപ്പോൾ നന്നാവാം അല്ലേ? പുണ്യനബി തങ്ങൾ 23 വർഷം കൊണ്ട് മാറ്റിയത് ഒരു മഹല്ലല്ല, ഒരു രാജ്യമല്ല, രാജ്യങ്ങളാണ്. അതാണ് നബി തങ്ങളുടെ പ്രത്യേകത. അവരൊരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനത് കഴിയോ? 23 വർഷം കൊണ്ട് ചേഞ്ച് അവിടെ നിന്ന് മാറ്റിയെടുത്ത മാറ്റം അത് ഒരു സംവിധാനത്തിനും സാധിക്കൂല. ഹബീബായ നബി തങ്ങൾക്കത് കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായിരുന്നു ഹബീബിന്റെ അനുയായികളെന്ന് ഹസനുൽ ബസ്രി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഹബീബിന്റെ സുഹാബിമാർ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു ഹസനുൽ ബസ്രി തങ്ങളോട്. മഹാനവറുകൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ളഹറത് മിൻഹും അലാമാതുൽ ഖൈരി ഫിസ്സിമാഇ വസ്സംത്. സ്വഭാവത്തിലും അടയാളത്തിലും നന്മയുടെ എല്ലാ ലക്ഷണങ്ങളും അവരോരോരുത്തരിലും കാണാമായിരുന്നു. വൽഹുദാ വസ്സുദ്ഖ്, അവരോരോരുത്തരും സത്യസന്ധരായിരുന്നു, സന്മാർഗത്തിന്റെ ആളുകളായിരുന്നു. വമംശാഹും ബിത്തവാദുഅ, അവരുടെ നടത്തം വിനയമുള്ള നടത്തമാണ്. വമൻതിഖുഹും ബിൽ അമൽ, അവർ പറയുന്നത് പ്രവർത്തിക്കുന്നവരാണ്. വമത്അമുഹും വമശ്റബുഹും ബിത്വീബി മിനർ റിസ്ഖ്, ഹലാൽ അതും ഏറ്റവും കുറഞ്ഞത് മാത്രമേ അവർ കഴിച്ചിട്ടുള്ളൂ, അവർ കുടിച്ചിട്ടുള്ളൂ. വഖുദൂഉഹും ബിത്വാഅതി ലിറബ്ബിഹിം തആല, അല്ലാഹുവിനെ അത്രമേൽ അനുസരിച്ചവരാണ് സ്വഹാബിമാരെന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾക്ക് പറഞ്ഞു മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. കരയുകയായിരുന്നു. അല്ലാഹുവിന്റെ വലിയും ആരിഫും സൂഫിവര്യനുമായ മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ വചനമുണ്ട്, മൻ അഹബ്ബ അബാ ബക്രിൻ ഫഖദ് അഖാമദ്ദീൻ. സുദ്ദീഖ് എന്നവരെ സ്നേഹിക്കുന്നവർ അവർ ദീനിനെ നിലനിർത്തിയവരാണ്. വമൻ അഹബ്ബ ഉമർ ഫഖദ് ഔദഹ അസ്സബീൽ, ഉമർ എന്നവരെ സ്നേഹിക്കുന്നവർ നേർമാർഗത്തിലാണ്. വമൻ അഹബ്ബ ഉസ്മാൻ ഫഖദ് ഇസ്തനാറ ബിനൂരില്ലാഹ്, ഉസ്മാൻ എന്നവരെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിന്റെ പ്രകാശം കിട്ടിയവരാണ്. വമൻ അഹബ്ബ അലിയൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, അലിയാർ തങ്ങളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത കയറാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്. വമൻ ഖാല ബിൽ ഹുസ്നാ ഫീ അസ്ഹാബി റസൂലില്ലാഹ് ഫഖദ് ബരിഅ മിനൻ നിഫാഖ്, സ്വഹാബിമാരെ കുറിച്ച് ഒരു കുറ്റവും പറയാതെ അവരെ പറ്റി നന്മ മാത്രം പറയുന്ന ആളുകൾ കപടവിശ്വാസം ഇല്ലാത്തവരാണ് എന്ന് മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ മഹാനായ അല്ലാമത്ത് സഹാബി, ഒരുപാട് പേർ സ്വഹാബത്തിന്റെ മഹത്വം പറഞ്ഞ വാക്കുകൾ നമ്മുടെ കിതാബുകളിൽ ധാരാളം കാണാൻ കഴിയും. സമയപരിധി കൊണ്ട് ഞാൻ നീങ്ങുകയാണ്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. സ്വഹാബിമാരുടെ വാക്കുകൾ, ചില വാക്കുകൾ വിശുദ്ധ ഖുർആൻ അതുപോലെ ഖുർആനായി ഉദ്ധരിച്ചിരിക്കുന്നു എന്നത് അത്ഭുതമാണ്. അതിൽ ഉദാഹരണം ഉമർ ബിൻ ഖത്താബ് തങ്ങള്, പിന്നെ മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ പറയുമായിരുന്നു പുണ്യനബി തങ്ങളുടെ ഭാര്യമാരോട്, അവരിലൊരു ഭാര്യയാണ് ഉമർ എന്നവരുടെ മോള് ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ, ചെറുപ്പക്കാരിയായിരുന്നു. ഹഫ്സ ബീവിയോട് ഉമർ എന്നിവർ എപ്പോഴും പറയും, ഹഫ്സ, ആയിഷ ബീവി പറയുന്നത് കേട്ട് നീ പറയാൻ നിൽക്കരുത് കേട്ടോ. ആയിഷ ബീവിക്ക് ഒരു പ്രത്യേക സ്വാതന്ത്ര്യ നബി തങ്ങളോടുണ്ട്, കാരണം അത് സിദ്ദീഖ് എന്നവരുടെ മോളാ.
നീ എൻ്റെ മോളാണ്. അതുകൊണ്ട് ആയിഷ ബീവി പറയുന്ന പോലെ നീ എന്തെങ്കിലും തമാശയിലെങ്കിലും പുണ്യനബിയോട് വല്ലതും പറഞ്ഞു പോയാൽ ഹഫ്സ, നിന്റെ ദുന്യാവും നിന്റെ ആഖിറവും പോയി പോവും കേട്ടോ, ശ്രദ്ധിക്കണേ എന്ന് ഉമർ എന്നവരിങ്ങനെ പറയുമായിരുന്നു. അതിനിടക്ക് നബിതങ്ങളുടെ ഭാര്യമാരും നബിതങ്ങളും തമ്മിൽ ചെലവുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി. എന്ന് പറഞ്ഞാൽ റേഷനില്ല വീട്ടിൽ, കഴിക്കാനൊന്നുമില്ല. അപ്പൊ ഭാര്യമാര് പലരും പറഞ്ഞു, നമ്മൾ പട്ടിണി കിടന്നപ്പോ എങ്ങനെ ജീവിക്കാം? പട്ടിണി കിടക്കാൻ പറ്റുമോ? ഒരു കഞ്ഞി വെച്ചെങ്കിലും കുടിക്കണ്ടേ? എന്തെങ്കിലും ഒരു മെയിൻ ഭക്ഷണത്തിൽ ഒരു അരിയോ ഗോതമ്പോ വേണ്ടേ? ഇതൊന്നുമില്ലാതെ വെള്ളം കുടിച്ച് നമ്മൾ എത്ര കാലം ജീവിക്കും നബി തങ്ങളുടെ കൂടെ? അതുകൊണ്ട് നമുക്കൊരു തീരുമാനം വേണം, റേഷൻ വേണം, ഞങ്ങൾക്ക് പട്ടിണിയായാൽ പറ്റൂല എന്ന് ചില ഭാര്യമാർ സംസാരം തുടങ്ങി. അതിനെ ചൊല്ലി ഹബീബിന്റെ മുമ്പിലേക്ക് പരാതിയും വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം. പുണ്യ നിബിതങ്ങൾ ഇപ്പം നാട്ടിൽ ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും, ഈ സദസ്സിൽ ചിലപ്പോൾ ചിലരുണ്ടാവും അങ്ങനെ വീട്ടിൽ നിന്ന് തീരെ ഭക്ഷണം കഴിക്കൂല എന്നാ ഭാര്യ പറയാ, അല്ലെ ഉമ്മ പറയാം, ഇവിടെ ഒന്നും തിന്നാറില്ല, ഭക്ഷണം വയറ് നിറച്ച് അങ്ങാടി തിന്നിട്ടാണ് വരുന്നത്. അത് പെരക്കാരറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഷുഗറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം വളരെ കുറവ്. അപ്പം അവൻ്റെ തടി കണ്ടില്ലേ എന്നൊക്കെ പറയും. ഇവൻ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. പുണ്യ നിബിതങ്ങളാണെങ്കിലോ അവിടെ നിന്ന് പട്ടിണി കിടക്കുകയാണ്. ആ പട്ടിണിയാണ് ഭാര്യമാർക്ക്. തങ്ങൾ പുറത്തു പോയി കഴിച്ചു വരില്ല. തങ്ങൾക്കുണ്ടോ അവിടുത്തെ ഭാര്യമാർക്കുമുണ്ട്, തങ്ങൾക്കില്ലേ? ഇല്ല. അങ്ങനെ ഉമർ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ഒരുപക്ഷെ നിങ്ങളെയൊക്കെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പുണ്യനബിയുടെ കൂടെ പട്ടിണി കിടന്ന് കൂടെ നിൽക്കാൻ തയ്യാറുള്ള പെണ്ണുങ്ങൾ അള്ളാഹു ഹബീബിന് ഏർപ്പാടാക്കി കൊടുക്കും. അതുകൊണ്ട് പട്ടിണിയല്ലേ ഉള്ളൂ, വേറൊരു ദേഹോപദ്രവമോ വാക്കുകൊണ്ട് പോലും നിങ്ങളെ നോവിക്കുന്നില്ലല്ലോ. ഹബീബ് വയറ് നിറച്ച് തിന്ന് നിങ്ങളെ പട്ടിണി കിട്ടതുമല്ലല്ലോ. അതുപോലെ നബിയും പട്ടിണിയിലാണ്. അതല്ലേ അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ക്ഷമിച്ചൂടെ? ഉമർ എന്നവർ വാക്ക് പറഞ്ഞു, അസാ റബ്ബുഹു യുബ്ദിലഹു ഖൈറൻ മിൻകുൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാളും ഖൈറായവരെ നബി തങ്ങൾക്ക് പകരം കൊടുത്തേക്കും. ഇവിടെ മറ്റൊരു വിഷയം പറയാനുണ്ട്. തങ്ങളുടെ ഈ വിഷയത്തിൽ സ്വഹാബിമാർ ഒരുപോലെ വേദനിച്ചു എന്നാണ്. നമുക്ക് വഴിയെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അത്. എന്നാലും ഇന്നിപ്പോൾ പറയാം. അതായത് പുണ്യനബി ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്നൊരു ശ്രുതി മദീനയിലാകെ പരന്നു. സംഘം ത്വലാഖ് ചൊല്ലിയിട്ടില്ലായിരുന്നു, പക്ഷേ അങ്ങനെ ആളുകൾ അത് പരത്തി. അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിലപ്പുറമൊന്നും കേട്ടില്ല എന്ന് വിചാരിക്കാം. ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാക്കി പറയാലോ ഇന്നത്തെ കാലത്ത്. അന്ന് അങ്ങനെ ഒരു ശ്രുതി, ഒരു റൂമർ വരുന്നു, തങ്ങൾ ത്വലാഖ് ചൊല്ലുക. അപ്പോഴേക്കും ഉമർ എന്നവർ കുപ്പായം എടുത്ത് ഓടി. പഠിച്ചോനെ, എന്റെ മോള് ഹഫ്സയും കൂട്ടത്തിലുണ്ടല്ലോ. ഉമർ തങ്ങൾ ഓടി വരുന്നൊരു രംഗമുണ്ട്, കുപ്പായം വലിച്ചിട്ട്. ഉമർ തങ്ങൾ അവാലിൽ മദീന, ഖുബാ പള്ളിന്റെ അവിടെ താമസം, അവിടെ നിന്ന് മദീന പള്ളിയിലേക്ക് ഓടി വരണം. അപ്പൊ അത്യാവശ്യം ഒരു 1-2-3 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവുമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. എന്റെ ഹഫ്സയുടെ ജീവിതം പോയല്ലോ പടച്ചോനെ, സ്വർഗത്തിലേക്ക് ഹബീബിന്റെ ഭാര്യയായി എന്റെ മോള് കടന്നു പോകണം എന്നാഗ്രഹിച്ച മോളാണിത്. എന്റെ ഹഫ്സ നഷ്ടപ്പെടുത്തിയോ പടച്ചോനെ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഉമർ എന്നവർ ഓടി വരികയാണ്. അതിൽ മറ്റൊരു പാടുണ്ട്. മക്കളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഉപ്പമാർ അതോടെ തീർന്നു, ഇനി അവരായി അവരെ പാടായി എന്ന് പറയരുത്. ഒന്ന് പോയി നോക്കണം, മരുമകനോടും മോളോടും ഒക്കെ ചോദിക്കണം ജീവിതം എങ്ങനെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടെ നിൽക്കണം, അതിലേക്ക് ഇടപെടണം. ഇത് അമ്മോഷന്മാർ ചെയ്യേണ്ട പണിയാണ്. നബി തങ്ങളുടെ അമ്മോഷനാണ് ഉമർ എന്നവർ, നബി തങ്ങളുടെ അമ്മോഷനാണ് സിദ്ദീഖ് എന്നവര്, നബി തങ്ങളുടെ മരുവനാണ് ഉസ്മാൻ എന്നവര്, മറ്റൊരു മരുമകനാണ് ആര്? അലി തങ്ങൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഉമർ തങ്ങൾ ഓടി വരികയാണ്. അപ്പോൾ പള്ളിയിലൊക്കെ സ്വഹാബിമാര് കൂട്ടമായിരുന്ന് കരയുന്നുണ്ട്. പടച്ചോനെ, അതാണ് റുഹമാഉ ബൈനഹും. ഹബീബിനൊരു വേദനയുണ്ടെങ്കിൽ അത് സ്വഹാബത്തിന്റെ വേദനയാണ്. ഹബീബിന്റെ വിഷമം സ്വഹാബത്തിന്റെ വിഷമമാണ്. പള്ളിയിലേക്ക് ഉമർ എന്നവർ കയറി വരുമ്പോൾ ഒരു കൂട്ടം സ്വഹാബിമാർ പള്ളിയിലിരുന്ന് തല താഴ്ത്തി വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്, തേങ്ങി തേങ്ങി കരയുന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പൊ പറഞ്ഞു, നബി തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ ത്വലാഖ് ചൊല്ലി എന്ന് കേട്ടു.
തങ്ങൾ പുറത്തു വരുന്നില്ല, തങ്ങൾ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്. ഹബീബിനോടൊന്ന് ചോദിക്കാൻ പോലും പറ്റുന്നില്ല. ആരും അകത്തു പോകാൻ ധൈര്യപ്പെടുന്നുമില്ല. ഹബീബിന്റെ സങ്കടം അവരുടെ സങ്കടമായിരുന്നു, ഹബീബിന്റെ വേദന അവരുടെ വേദനയാണ്. അവിടെ സ്വഹാബിമാർ എല്ലാവരും ഓടി വന്നിരുന്ന് കരയാണ്. അവരെ മക്കളൊന്നും അവിടെ ഉണ്ടായിട്ടല്ല, അത് ഹബീബിന്റെ വേദന സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങാൻ കഴിയില്ലല്ലോ, ഹബീബിന്റെ മനസ്സ് വേദനിച്ചിരിക്കുമല്ലോ, അതുകൊണ്ട് കരയാണ്. ത്വലാഖ് അത്രയും ഭാരമുള്ള ഒരു കാര്യമാണെന്ന് കൂടെ മനസ്സിലാക്കണം. ഇന്ന് കുട്ടികളൊന്നും പറഞ്ഞ് എന്നെ ഒഴിവാക്കി തന്നൊക്കെ ഞാൻ പോയിക്കോളാം, വേറെ ആൾ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. ഈ ഡയലോഗാ കുട്ടികൾ ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസം ആകുമ്പോഴേക്കും മതിയായി, ഇനി അടുത്ത ആളെ നോക്കട്ടെ എന്ന് പറയും. ഇത് അള്ളാഹുവിന്റെ അർശ് വിറക്കുമെന്നാണ്. അന്യായമായി അകാരണമായി ത്വലാഖ് ചോദിച്ചാൽ അള്ളാഹുവിന്റെ അർശ് വിറക്കും. അത്രയും റബ്ബിന്റെ പേര് പറഞ്ഞ് അൻകഹ്തുക വസവ്വജ്തുക എന്ന് റബ്ബിന്റെ പേര് പറഞ്ഞ് ചെയ്ത ഒരു ഇടപാടിനെ നിസ്സാര കാരണത്തിന് മുറിച്ചു മാറ്റുകയോ അള്ളാഹുവിനത് ഇഷ്ടമല്ലെന്ന ഏറ്റവും വെറുപ്പുള്ള, റബ്ബ് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഹലാൽ ത്വലാഖാണെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹബീബിന്റെ സ്വഹാബിമാരെ പേടിച്ച് ഹബീബിന്റെ വിഷമത്തിൽ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നു, അങ്ങയുടെ വാതിൽക്ക് മുട്ടി. തങ്ങൾ അവിടെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഉമർന്നവരും താഴെ ഇരുന്ന് കരയാൻ തുടങ്ങി. അദീർഘമായൊരു ചരിത്രമാണ്. എന്നിട്ട് ഉമർ എന്നവർ സംസാരിക്കാൻ സമ്മതം ചോദിച്ചു. എന്നിട്ട് ഉമർ എന്നവർ സംസാരിച്ചു. ആ സംസാരത്തിൽ ചിരി തമാശ കൂടെ കൂടിക്കലർത്തി ഉമർ എന്നവർ നബി തങ്ങളെ ചിരിപ്പിച്ചു റളിയല്ലാഹു അൻഹു. ആ വിഷയത്തെക്കുറിച്ച് ആയത്തിറങ്ങിയതാണ്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുൻ عسى ربه إن طلقكن أن يبدله أزواجا خيرا منكن. സൂറത്തു തഹരീം. ഉമർ തങ്ങൾ പറഞ്ഞ ആ വാക്കുകൾ ഈ ആയത്തിൽ വന്നിട്ടുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞ അസാ റബ്ബുഹു യുബ്ദിലഹു ഖൈറൻ മിൻകും. അതാണ് അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുൻ. അത് ഏകദേശം ആ വാക്ക് മുഴുവനും ആയത്തിന്റെ ഭാഗമായി വന്നു എന്നതാണ്. ഈ ഒരു അത്ഭുതം എവിടെയുണ്ട്? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, മദീനത്ത് നമ്മൾ വന്നതിന്റെ ശേഷം നമ്മുടെ പെണ്ണുങ്ങൾ, അവരൊക്കെ മക്കക്കാരാണല്ലോ, മദീനത്തെ പെണ്ണുങ്ങളെ കണ്ട് ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. മക്കയിലായിരിക്കുമ്പോൾ നമ്മളൊന്ന് കണ്ണുരുട്ടിയാൽ അവര് നമ്മളെ ഗൗനിക്കുകയും ആദരിക്കുകയും ചെയ്ത് അനുസരിക്കുമായിരുന്നു. പക്ഷെ മദീനത്തെ പെണ്ണുങ്ങൾ നബിയെ ഇങ്ങോട്ട് വർത്തമാനം പറയുന്നവരാണ് ഭർത്താക്കന്മാരോട്. അത് നമ്മുടെ പെണ്ണുങ്ങളും കണ്ട് പഠിച്ചു. എൻ്റെ ഭാര്യ എന്നോട് പറയാണ്, ഞാൻ ചോദിച്ചു എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോ നീ ചോദിച്ചതിന് തട്ടുത്തരം പറയാണോ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു, അതിനെന്തേ റസൂലുള്ളാന്റെ ഭാര്യമാർ നബി തങ്ങളോട് അങ്ങനെ തട്ടുത്തരം പറയുന്നില്ലേ എന്ന്. പൊന്നാര നബിയെ, പണ്ടത്തെ കാലാണെങ്കിൽ ഒരടി കൊടുത്താൽ നിൽക്കുമായിരുന്നു. ഈ പെണ്ണുങ്ങളെ കണ്ട് നമ്മളെ പെണ്ണുങ്ങൾ നാശായി പോയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടപ്പെട്ടിരുന്ന ഹബീബ് ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹഫ്സ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, ഹഫ്സ, നീ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തരുത് മോളെ. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. നാളെ സ്വർഗത്തിലെത്തണം. ഹബീബിന്റെ ഭാര്യയായി, രാജകുമാരിയായി അള്ളാഹുവിന്റെ മലക്കുകളുടെ സ്വീകരണത്തിൽ നിന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഹഫ്സ. അതുകൊണ്ട് ഹബീബിന്റെ കൂടെ അടങ്ങി ഒതുങ്ങി ഒരു ആവശ്യവും ഹബീബിനോട് നീ പറയരുത്. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു തരും. എന്റെ ഹബീബിനെ കൊണ്ട് പറ്റാത്തത് നീ ചോദിക്കരുത് ഹഫ്സ. പട്ടിണിയാണെങ്കിൽ പട്ടിണി, ഇല്ലേ ഉള്ളത് കൊണ്ട് നീ മോള് ജീവിക്കണമെന്ന് സ്വന്തം മോളെ ഉപദേശിച്ച ഉപ്പയാണ് ഹബീബിന്റെ കൂട്ടുകാരനും അമ്മോശനുമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കൾക്കൊന്നും ഇതാരും ഇന്ന് ആഡംബരത്തിന്റെ ലക്ഷറിയുടെ ഒരു കാലമാണ്. എന്താ വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുക. അത് പെണ്ണിന്റെ വീട്ടുകാർ, പെണ്ണ് വളർന്ന വീട്ടിൽ ചോദിച്ചത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വീട്ടിൽ നിന്നാണ് ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ സാമ്പത്തികമായി ഇച്ചിരി താഴെയാണെങ്കിൽ തീർന്നു കാര്യം. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അവൾ നിന്റെ പുരയിൽ പോയി ഇതിലേറെ സുഖല്ലേ എന്നാ പറയാ.
എൻ്റെ വീട്ടിൽ പോയാൽ എനിക്ക് ഇതിലേറെ വാങ്ങിച്ചേരാൻ ആളുകളുണ്ടല്ലോ എന്ന് പറയാൻ തുടങ്ങും. സത്യത്തിൽ തൻ്റെ ഭർത്താവും കുടുംബവും ജീവിതവും വാങ്ങിക്കുന്ന സാധനങ്ങളെക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കാനുള്ള പക്വത നമ്മുടെ മക്കൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാവരുത്. നമ്മുടെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളും വിവാഹിതരാകാൻ പോകുന്നവർ നിർബന്ധമായും ക്ഷമയും സഹനവും മവദ്ദതൻ വറഹ്മ ഇത് രണ്ടും ശീലിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പരാജയപ്പെടും. ആ പരാജയം, അതിന്റെ സങ്കടവും അതിന്റെ ദുഃഖവും ഒരു ചാടിപ്പുറപ്പെട്ട് പെട്ടെന്നൊരു തീരുമാനമെടുത്ത് ഒരു കുഞ്ഞായാലും ആയില്ലെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടൊരു വിവാഹമോചനം നടക്കുന്നത് ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടു നടക്കുന്ന ഒരു ദുഃഖം ഭാരമായി മാറാൻ ഇടയുണ്ട്. പക്ഷേ നിവൃത്തിയില്ലാത്ത വിഷയങ്ങളിൽ ശറഅ് അനുവദിച്ച വിഷയമാണത്. ഒരു നിലക്കും നടക്കൂല. അങ്ങനെയുള്ള സംഭവങ്ങൾ വരാം, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പരിഹരിക്കാൻ കഴിയുന്ന, അങ്ങോട്ടിങ്ങോട്ടൊന്ന് ക്ഷമിച്ചാൽ തീരാവുന്ന വിഷയങ്ങളിൽ പരിഹാരത്തിന്റെ മാർഗമാണ് നമ്മൾ നോക്കേണ്ടത്. സ്വഹാബിമാരുടെ വാക്കുകൾ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളായി വന്നതിൽ അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കുണ്ട്. ആരാണ് ആ സ്വഹാബി എന്നറിയോ? മദീനയിലേക്ക് തങ്ങൾ ഹിജറ ചെയ്ത് വന്നപ്പോ പുണ്യനബി തങ്ങൾ ആദ്യമായി താമസിച്ച വീട് ഈ സ്വഹാബിയുടെ വീടാണ്. ഈ സ്വഹാബിയുടെ മഖാമാണ് ഇപ്പോ തുർക്കിയിലെ ഇസ്തംബൂളിലുള്ളത്. അയ്യൂബ് സുൽത്താൻ എന്ന് അവരെ വിളിക്കുക. അവിടുത്തെ മുനിസിപ്പാലിറ്റിന്റെ പേരും അതാ, അയ്യൂബ് സുൽത്താൻ മുനിസിപ്പാലിറ്റി എന്നാണ്. അയ്യൂബ് PAYUB എന്നവർ അയ്യൂബ്, അബു അയ്യൂബുൽ അൻസ്വാരി എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പറയുമ്പോൾ അയ്യൂബ് സുൽത്താൻ എന്നാണ് അവര് വാഹനത്തിലും പോലീസ് വണ്ടിയിലൊക്കെ എഴുതുന്ന വാക്ക് അങ്ങനെയാണ്, അയ്യൂബ് സുൽത്താൻ. അത് അബു അയ്യൂബുൽ അൻസ്വാരി തങ്ങളെ ഒരു രാജകുമാരനായി, രാജാവായി, സുൽത്താനായി അന്നത്തെ ഇസ്തംബൂളിലെ ആളുകൾ സ്വീകരിച്ചു എന്നതാണ്. അവർ തുർക്കിയിലാണുള്ളത്. അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളുടെ മഖാമിന്റെ മുകളിൽ ഒരു വലിയ ഒരു മലയാണ്. ആ മല നിറയെ ഖബർസ്ഥാനാണ്. ആ മലക്ക് മുകളിലേക്ക് പോകാൻ ഒരു കേബിൾ കാർ ഉണ്ട്. ചെറിയൊരു കേബിൾ കാറാണ്. അതിൽ കയറിയിരുന്നാൽ ഒരു 2-4 മിനിറ്റ് കൊണ്ട് മേലെത്തും. ചെറുതാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി തആല അലൈഹി അൽ ഹലബി മഹാൻ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത്തിപ്പറ്റ ഉസ്താദ് തുർക്കിയിലേക്ക് പോയൊരു അനുഭവം ബഹാവുദ്ദീൻ ഉസ്താദ് ഇപ്പൊ അടുത്തുകൂടെ പറഞ്ഞു. ഞാൻ ഉസ്താദും കൂടെ ലണ്ടനിൽ പോയിരുന്നു, നോർവിച്ചിൽ. അവിടെ ലണ്ടൻ സിറ്റി തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പൊ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു മജ്‌ലിസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഉസ്താദ് ഈ ചരിത്രം പറഞ്ഞു. ഇവിടെ വന്ന പൂക്കോയ തങ്ങളില്ലേ, തങ്ങൾ അല്ലയിലായിരുന്നു ഒരുപാട് കാലം. ഉസ്താദിന്റെ കൂടെ സന്തത സഹചാരിയാണ്, ഉസ്താദിന്റെ ഖലീഫയാണ്. മഹാനായ ബഹാവുദ്ദീൻ ഉസ്താദും ഉസ്താദിന്റെ ത്വരീഖത്തിന്റെ ഖലീഫയാണ്. ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ ഖിലാഫത്ത് ഏൽപ്പിച്ചത് ഒന്ന് ബഹാവുദ്ദീൻ ഉസ്താദിനെയാണ്. അല്ലാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒന്ന് മനസ്സിലാക്കാതെ കുതിര കയറുന്ന ആൾക്കാരുണ്ട്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ബഹാദി ഉസ്താദ് പറയാം, ഞാനും പൂക്കോയത്തങ്ങളും അത്തിപ്പറ്റ ഉസ്താദും തുർക്കിയിൽ ചെന്നിറങ്ങി ഒരു 10-12 കൊല്ലം മുമ്പ്. 12 ഏറെയോ എനിക്ക് ഓർമ്മയില്ല. അബ്ദുൽ ഖാദിർ ഈസ 20 കൊല്ലം മുമ്പ്, ഏകദേശം 20 വർഷമായിട്ടുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ തങ്ങളുടെ മഖാം എവിടെയാണ്, ഖബർ എവിടെയാണ്, ഒരു പിടുത്തമില്ല. അവര് പോയത് ബൈ റോഡായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. സിറിയ വഴി. അന്നൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. 10-20 കൊല്ലം മുമ്പാണ്. അങ്ങനെ അവർ തുർക്കിയിലേക്ക് എത്തി. ഒരു കുട്ടീനെ അവിടെ പരിചയമില്ല. അങ്ങനെ അവര് ഇസ്തംബൂളിലെത്തിയപ്പോ ബഹാവുദ്ദീൻ ഉസ്താദ് ഷെയ്ഖുനയോട്, അത്തിപ്പറ്റ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ നമുക്കൊരു റൂം എടുക്കല്ലേ, ഒരു ഹോട്ടൽ എടുക്കല്ലേ, നമുക്കൊന്ന് കുളിച്ച് വൃത്തിയാവണ്ടേ, ഡ്രസ്സൊക്കെ ഒന്ന് മാറണ്ടേ, ഒന്ന് കുളിക്കണ്ടേ, കുറെ ദിവസമായില്ലേ നമ്മൾ യാത്രയിലല്ലേ. ഉസ്താദ് പറഞ്ഞു ഹോട്ടലൊന്നും എടുക്കണ്ട, നമ്മളിവിടെ ആരെങ്കിലും ഒരാളെ വിട്ടു പോയി താമസിക്കാമെന്ന് പറഞ്ഞു. ഉസ്താദ് പറയാ, ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ആരാ നമ്മളെ കൊണ്ടുപോവുക? ആരറിയില്ല. അറിയേണ്ടത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ തങ്ങളെ. അവരെവിടെയാന്ന് അതും അഡ്രസ്സില്ല. തുർക്കി ഭാഷ അല്ലാതെ തുർക്കികൾക്ക് അറിയില്ല. അങ്ങനെ വിഷയമുണ്ട്. അവർ തുർക്കി ഭാഷയെ സംസാരിക്കുള്ളൂ, ഇംഗ്ലീഷും അറിയുന്നവർ വളരെ കുറവാണ്. ഉസ്താദ് പറഞ്ഞു റൂം എടുക്കണ്ട. പിന്നെ എടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി ഇവിടെ നിന്ന് ഒതൊക്കെ ഉണ്ടാക്കി റാഹത്തെ നിസ്കരിച്ചൊക്കെ ഒന്ന് ഇരിക്കുകയാണ്. ഒരാൾ പുറത്തുകൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഉസ്താദ് പറയാം, മഹാനായ എത്തിപ്പറ്റ ഉസ്താദിന്റെ വലിയൊരു കറാമത്ത് പറയാണ്.
എവിടെയാ പോവേണ്ടത്, ആരെ കൂട്ടിയിട്ടാണ് ഷെയ്ഖ് തങ്ങളുടെ അഡ്രസ്സ് ചോദിച്ചാൽ ആർക്ക് അറിയാൻ പറ്റും? ഒന്നും അറിയില്ലല്ലോ. അവർ സിറിയയിലായിരുന്നു അവസാന കാലം. അവിടെ ചെറിയ പ്രശ്നങ്ങളായപ്പോൾ തുർക്കിയിലേക്ക് വന്ന് അങ്ങനെ ഇസ്തംബൂളിലാണ് അവർ വഫാത്താകുന്നത്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ അൽ ഹലബി തങ്ങൾ, അവരുടെ കിതാബാണ് ഹഖായിഖു തസവുഫ്. അതാണ് ബഹാദി ഉസ്താദ് തർജുമ ചെയ്തത്. ആ കിതാബ് അവിടെ വെച്ചിട്ട് അതിൻ്റെ പ്രകാശനം ആ മഖാമിൽ വെച്ച് ചെയ്യണം എന്ന ഉദ്ദേശത്തിലായി പോയതൊക്കെ. അതിപ്പറ്റ ഉസ്താദ് പുറത്തുകൂടെ പോകുന്ന ഒരു പാവ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, ബാവതി മൂലരെ മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കിയെന്ന്. ഉസ്താദ് പറയാം, ഞാൻ അബ്ദുൽ ഖാദിർ ഈസ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ മഖാമ് മഖ്ബറ അങ്ങനെ തുർബീസി എന്നൊക്കെ പറയും ഇവര് മഖാമിന് ഒക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ മൂപ്പര് കീശിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ഒരു കാർഡ്, ആ കാർഡ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ എന്നുള്ള പേരുണ്ട്. ഇവരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ ഷെയ്ഖ് തങ്ങളുടെ ഒരു മുരീദാണ്. പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഇവർ 3 പേരെയും അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി 4 ദിവസം ആ വീട്ടിൽ താമസിച്ചു. അദ്ദേഹമാണ് മഹാനവറുകളുടെ ഖബർസ്ഥാനിലേക്ക് മഖാമിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പൊ എങ്ങനെ ഉസ്താദിന് അയാളോട് ചോദിക്കാൻ തോന്നി? എങ്ങനെ, എന്താണ് ഈ ആത്മീയമായ ബന്ധം? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് അത്ഭുതപ്പെട്ടു പോകും. ഉസ്താദ് പറയാ, നമ്മൾ ഒരാളുടെ വീട്ടിൽ താമസിക്കുമെന്ന് ഉസ്താദ് പറഞ്ഞു. അതാര് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഈ മനുഷ്യന്റെ കൂടെ. ആ മനുഷ്യനാണെങ്കിലോ ഈ ത്വരീഖത്തിന്റെ മുരീദുമാണ്. സുബ്ഹാനല്ലാഹ്. ഏതായിരുന്നാലും മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങളുടെ മഖാമിന്റെ നേരെ മുകളിലാണ് ഞങ്ങൾ തുർക്കി പോകുമ്പോഴൊക്കെ അവിടെ സിയാറത്ത് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അങ്ങനെ പോയിരുന്നു. അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ തങ്ങളെ. നവറല്ലാഹു മർഖദഹും ജമീഅ. മഹാനായ എത്തിപ്പറ്റ ഉസ്താദ് നമ്മുടെ നാടിന് ലഭിച്ചിരുന്ന വലിയൊരു വെളിച്ചമായി. ഇവിടെ വളാഞ്ചേരിയിലല്ലേ, ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് അന്ന് അറിയാതെ പോയിരിക്കാം. ആ മഹാനവറുകൾ വലിയ അള്ളാഹുവിന്റെ ആരിഫായ വലിയൊരു മഹാനാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മഹാനാണ്. സ്നേഹം അത് മാത്രമാണ് ഉസ്താദിന്റെ മജ്ലിസ്. ആരോടും വെറുപ്പില്ല. എല്ലാ തരത്തിലുള്ള ആളുകളും ആ സദസ്സിൽ വരും. കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും. സ്നേഹവും കരുണയും വാത്സല്യവും പ്രാർത്ഥനയും ഇത് മാത്രമായിരുന്നുവല്ലോ ഉസ്താദിന്റെ ജീവിതം. ദാനശീലവും അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന മഹാനായിരുന്നു. അള്ളാഹുവേ, അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ തമ്പുരാനെ. അപ്പൊ അവരായിരുന്നു അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങള്. അവരുടെ മഖാം അവിടെ പോയാൽ ഇന്നും കാണാൻ പറ്റും. വലിയ മഖാമാണ്. അവിടെ നബി തങ്ങളുടെ ഷഅർ മുബാറക്, നബി തങ്ങളുടെ ശിരസിലെ ഒരു ഷഅർ ആ മഖാമിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ അതിന്റെ അടുത്തുകൂടെ പോവാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ മഹദിയെ സംബന്ധിച്ച് അന്നത്തെ മുനാഫിക്കീങ്ങൾ, കപട വിശ്വാസികളായ ആളുകൾ പച്ച നുണ പറഞ്ഞു വരുത്തിയപ്പോ അത് കേട്ട ഉടനെ എന്താണ് പറഞ്ഞത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുമായി അടുപ്പത്തിലാണെന്നും സ്നേഹത്തിലാണെന്നും അവര് തമ്മിൽ ഹറാമായ ബന്ധമുണ്ടെന്നും വരെ മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അന്നത്തെ മുനാഫിക്കുകൾ പറഞ്ഞു വരുത്തി. അത് കേട്ടപ്പോ മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി തങ്ങൾ പറഞ്ഞ വാക്കാണ് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. സൂറത്തുൻ നൂർ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ്. നിന്റെ പരിശുദ്ധരായ റസൂലുള്ളാഹിക്ക് വ്യഭിചാരം ചെയ്യുന്നൊരു പെണ്ണിനെ നീ കൊടുക്കുകയില്ലല്ലോ. ഹാദാ ബുഹ്താനുൻ അദീം. ഈ പറയുന്നത് ഏറ്റവും വലിയ കെട്ടുകഥയാണ്, നുണയാണ്, കളവാണ്. ഇത് തന്നെ ആയത്തിറങ്ങി. ലൗലാ അൻ സമിഅ്തുമൂഹു ഖുൽതും. നിങ്ങളുടെ ചെവിയിലേക്ക് ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഫോർവേഡ് ചെയ്യാതെ, അത് വിശ്വസിക്കാതെ, അത് സത്യമാണെന്ന് പറയാതെ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. സച്ചരിതരായ സത്യസന്ധരായ മനുഷ്യരെ കുറിച്ച് കപടവിശ്വാസികൾ പറഞ്ഞു വരുത്തുന്ന നുണകൾ സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കരുതായിരുന്നു. ഇത് നുണയാണെന്നല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്. വിശുദ്ധ ഖുർആൻ അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ആ വചനം അങ്ങനെ തന്നെ ആയത്തിറക്കി സൂറത്തുൻ നൂറിൽ. ഒരുപാട് സംഭവങ്ങൾ, സ്വഹാബിമാരുടെ വാക്കുകൾ അവര് പറയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം, അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലേ, മദ്യപാനം ഒന്ന് നിർത്താൻ പറയണേ, മദ്യപാനം ഹറാമാക്കണം നബിയേ, നമുക്കത് വേണ്ട എന്ന്
ഉമർ റളിയല്ലാഹു അൻഹു എത്രയോ തവണ അല്ലാഹുവിന്റെ റസൂലിനോട് പോയി പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ അന്ന് മദ്യം നിരോധിക്കപ്പെടാതിരുന്ന കാലം. മദ്യം വിപത്ത. ഇന്നിപ്പോ എന്താ പറയൂ, ഡ്രിങ്ക്സ്, ആൾക്ക് ഡ്രിങ്ക്സ് മുഴുകുടിയനാണ്. അതത്ര ലാഘവത്തിലാണ് നമ്മൾ പറയാ. തിന്മകൾ മദ്യപാനമാണെങ്കിലും ലഹരിയാണെങ്കിലും നമ്മുടെ മക്കളിൽ പോലും ഉപയോഗിക്കുന്ന ലഹരിയാണെന്ന് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ വരും. കാരണം അതിന് ചൂരും മണമൊന്നുമില്ലല്ലോ. ചിരിക്കുന്നോ ചിരിച്ചുകൊണ്ടേയിരിക്കും, കരയുന്നോ കരഞ്ഞുകൊണ്ടേയിരിക്കും, മിണ്ടാത്തോ മിണ്ടാണ്ടങ്ങനെ ഇരിക്കും. ഇതാണ് അതിന്റെ ലക്ഷണം. ഒരു മണം ഒന്നും ഉണ്ടാവില്ല. എത്ര ഗുരുതരമാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ ബുദ്ധിയെ ഇങ്ങനെ ഇല്ലാതെയാക്കുന്ന ഒരു സാധനം ഞാൻ വേറെ കണ്ടിട്ടില്ല. മദ്യപാനം ഒരു മനുഷ്യന്റെ ബുദ്ധിയെ മുഴുവനായി കൊണ്ടുപോകുന്ന സാധനമാണ്. മുഴുവനായിട്ട് മനുഷ്യൻ മൃഗാവല്ലേ, പിന്നെ പറയുന്നത് എന്താ, ചെയ്യുന്നത് എന്താ, തുണി എടുത്തിട്ടുണ്ടോ ഇല്ലേ അറിയില്ലല്ലോ. ഇത് നമുക്ക് വേണ്ട നബിയേ എന്ന് അള്ളാഹുവിനോടൊന്ന് പറയണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരുപാട് തവണ തങ്ങളോട് വന്ന് പറയുമായിരുന്നു, അള്ളാഹുവിന്റെ ഹബീബിന് ഒരു നിയമം നടപ്പാക്കണമെങ്കിൽ അത് അള്ളാഹുവിന്റെ നിയമം റബ്ബ് തആല വഹയിറക്കണം. അതുകൊണ്ട് നബി തങ്ങൾ കാത്തിരുന്നു. അവസാനം ആയത്തിറങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. തീർച്ചയായും മദ്യപാനവും ചൂതാട്ടവും ഗാംബ്ലിംഗ്. ലാസ് വേഗാസ് എന്ന് പറയുന്ന അമേരിക്കൻ നഗരം ചൂതാട്ടത്തിന് പേരുകേട്ട ഒരു നഗരം. ആ നഗരത്തിലെ മുഴുവൻ ക്ലബ്ബുകളും ചൂതാട്ടത്തിന്റെ ക്ലബ്ബുകളാണ്. ആലോചിച്ച് നോക്കി, ഒരു നാടിന്റെ അധപ്പതനം നോക്കി. നമ്മൾ പറയാം അമേരിക്കയിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. സംസ്കാരമില്ലാത്തതിന് എന്തുണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യൻ മൃഗമായി മാറുന്ന മനുഷ്യന്റെ സമ്പാദ്യങ്ങളെ കളഞ്ഞു കുളിക്കുന്ന അധ്വാനശീലവും ക്രിയേറ്റിവിറ്റിയും മനുഷ്യനിൽ നിന്ന് എടുത്തുകളയുന്ന, ഇല്ലായ്മ ചെയ്യുന്ന വിപത്താണ് ഗാംബ്ലിംഗ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വല്ലസ്ലാം, ശകുനം നോക്കുന്ന പരിപാടിയും ബഹുദൈവ ആരാധനയും ബിംബാരാധനയും റിജ്സും മിൻ അമലിശ് ശൈത്താൻ, അത് പിശാചിന്റേതാണ്, അത് അല്ലാഹുവിന്റെ രീതിയല്ല. ഫജ്തനിബൂ, നിർത്തിയേക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കണോ, മദ്യപാനം നിർത്തിയേ പറ്റൂ. ഖുർആൻ പറഞ്ഞു, നിർത്തിയില്ല. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. ശത്രുതയല്ലയോ പിശാച് മദ്യപാനത്തിലൂടെ ഉണ്ടാക്കുന്നത്? ഭാര്യയും ഭർത്താവും പിണങ്ങി, ഭർത്താവും അയാളുടെ ജ്യേഷ്ഠനും അനുജനും പിണക്കം, വീട്ടുകാർ തമ്മിൽ തർക്കം, കശപിശയും ബുദ്ധിമുട്ടും ദേഹോപദ്രവങ്ങളും ഗാർഹിക പീഡനങ്ങളും, ഇതല്ലയോ മദ്യം കൊണ്ടുണ്ടാകുന്നത്? വീട്ടിലേക്ക് അയച്ചു വരുന്നു, ഓഫീസിൽ പോയ പിന്നെ അവിടുന്ന് പുറത്താക്കും. പിന്നെ നിരപരാധികളായ സാധുക്കളായ ഭാര്യ മക്കളെ ഉപദ്രവിക്കാൻ മാത്രം മദ്യത്തിന് കഴിയുമെങ്കിൽ എന്തിനാണിത്? എന്തിനാണ് ഈ ശത്രുതയുടെ കാരണമാകുന്ന മദ്യം? നിങ്ങൾക്ക് നിർത്താനാകുമോ? മദ്യപിക്കുന്ന ഒരാൾക്ക് നിസ്കാരമുണ്ടാവില്ല എന്നതിന് തെളിവാണിത്. മദ്യപിക്കുന്നവൻ നിസ്കരിക്കുന്ന പറഞ്ഞാൽ പോലും അത് നിസ്കാരം ശരിയാവണമെന്നില്ല. എന്തുകൊണ്ട്? മദ്യം അകത്തു ചെന്നാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് വ്യഭിചാരത്തെക്കുറിച്ചാണ്, തിന്മയെക്കുറിച്ചാണ്, കൊള്ളയെക്കുറിച്ചാണ്.
തിന്മകളെ കുറിച്ചാണ്, വഞ്ചനയെ കുറിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും നിങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കാനാണ് പിശാച് നിങ്ങളെ ഈ സാധനം അകത്ത് കടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കല്ലേ. മനുഷ്യനായത് മനുഷ്യന്റെ വിവേക ബുദ്ധിയും അള്ളാഹു നൽകുന്ന കൃത്യമായ ചിന്താശേഷിയും മനുഷ്യന്റെ സത്യാസത്യ വിവേചനത്തിന്റെ കഴിവുമാണ്. ഈ സിദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ മദ്യപിക്കുന്നതോടുകൂടെ? അതുകൊണ്ട് നബിയേ, അള്ളാഹുവിനോടൊന്ന് പറയണേ, ഒന്ന് പറയണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒന്ന് പറയുമായിരുന്നു. ആ ഉമർ തങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചാണ് ആയത്തിറങ്ങിയത് എന്ന് മഹാന്മാരായ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ ഈമാൻ വല്ലാത്ത ഈമാനായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് എന്നിവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ മദ്യശാലയിൽ ജോലി ചെയ്യുമായിരുന്നു അന്ന് മദീനയിൽ. ഹിജ്റ വന്ന ആദ്യ കാലഘട്ടം. നിരോധന വന്നിട്ടില്ല. നിസ്കാരം നിർബന്ധമായിട്ടുള്ളൂ, നോമ്പ് നിർബന്ധമായിട്ടുള്ളൂ, സകാത്തായിട്ടില്ല, ഹജ്ജ് നിർബന്ധമായില്ല. ആ ഒരു കാലഘട്ടത്തിൽ മദ്യശാലയിൽ ജോലി ചെയ്യുമ്പോഴാണ് പുറത്തുകൂടെ നടന്നു പോകുന്ന ഒരു സ്വഹാബി, ഹൽ സമിഅ്തും, നിങ്ങൾ കേട്ടോ, വിളിച്ചു പറയാണ്, നിങ്ങൾ കേട്ടോ, ഹുർരിമൽ ഖംറു അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് മദ്യം നിരോധിക്കപ്പെട്ടുകൊണ്ടുള്ള ആയത്തിറങ്ങിയിരിക്കുന്നു. ആ ആയത്ത് സ്വഹാബി ഓതിയിട്ടില്ല, പക്ഷേ വിളിച്ചു പറഞ്ഞു, മദ്യം ഹറാമാണെന്ന ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. മദ്യമെന്നാൽ കുല്ലു മുസ്കിരിൻ, ഓൾ ഇൻടോക്സിക്കൻസ്, മനുഷ്യന്റെ മത്ത് പിടിപ്പിക്കുന്ന, ലഹരി പിടിപ്പിക്കുന്ന എല്ലാറ്റിനും ഖംർ എന്ന് പറയും. മാ ഖമറൽ അഖൽ ഐ സതറ, മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചു വെക്കുന്നതെല്ലാം. ഹബീബിനോട് അള്ളാഹു പറഞ്ഞു, നബിയെ മദ്യം ഹറാമാണ് എന്ന്. ഹബീബിന് ആയത്തിറങ്ങി എന്ന് മദീനയുടെ അങ്ങാടിയിലൂടെ ഒരു മനുഷ്യൻ പറഞ്ഞപ്പോഴേക്കും തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ സ്വഹാബികൾ നിന്നില്ല. ആയത്ത് ഏതാണെന്ന് ചോദിച്ച് ഓദിപ്പിച്ചില്ല. പുണ്യ നബി പറഞ്ഞു, നബി തങ്ങൾക്ക് ആയത്തിറങ്ങിയോ? അനസ് തങ്ങൾ പറയുന്നു, എന്നോട് എന്റെ മുതലാളി പറഞ്ഞു, അനസേ, 100 കണക്കിന് ദീനാറിന്റെയും ദിർഹമിന്റെയും സ്വത്താണിത്. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട, അതങ്ങ് തച്ചുടച്ച് നശിപ്പിക്കണമേ, നമുക്ക് വേണ്ട അനസേ. അനസ് തങ്ങൾ പറയാ, നിറയെ മദ്യമുണ്ടായിരുന്ന പ്ടാവുകൾ എന്റെ കൈ കൊണ്ട് ഞാൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എന്റെ മുതലാളിക്കത് പ്രശ്നമായില്ല. എന്തേ? അള്ളാഹ്ക്കത് വേണ്ടേ, നമുക്ക് വേണ്ട. ഇതാണ് ഈമാൻ, അതാണ് ഈമാൻ. അവിടെ പിന്നെ വേറെ ചോദ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഹബീബിനെ ഇങ്ങനെ അനുസരിച്ചവരാണ്. ഹബീബിന്റെ മുഅ്ജിസകൾ മുഴുവനും കണ്ടവരാണ്. ആ സച്ചരിതരായ ഹബീബിന്റെ അനുയായികളെയാണ് നമ്മൾ മാതൃകയാക്കുന്നത്. ഹബീബിന്റെ അസ്ഹാബി